പാലക്കാട് രാഷ്ട്രീയം ഒന്ന് നോക്കിയാലോ. പൊതുപരിപാടിയിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ 36-ാം വാർഡിൽ നടന്ന കുടുംബശ്രീയുടെ വാർഷിക സമ്മേളനത്തിൽ ഉദ്ഘാടകനായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. വിഷ്ണു പ്രകാശാണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഇപ്പോഴൊന്ന് സംസാരിക്കാതെ ഇരിക്കുകയാണ്, ഒന്ന് കെട്ടടങ്ങിയിരിക്കുകയാണ്. ആ സമയം കൊണ്ട് മണ്ഡലത്തിൽ പലയിടങ്ങളിലും സജീവമാകുന്നുണ്ട്. ഇങ്ങനൊരു പരിപാടി വന്നതോടു കൂടി ഇപ്പോൾ എതിർപക്ഷത്തു നിന്നുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? എങ്ങനെയാണ് കൂടുതൽ നീക്കങ്ങളിലേക്ക് ഇനി എം.എൽ.എ. അവിടെ സജീവമാകാൻ പോകുന്നത്? 38 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിവാദങ്ങൾ കത്തി നിന്ന സമയത്ത് 38 ദിവസം ഒരു ഇടവേള രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ. പാലക്കാട് നിന്നും എടുത്തിരുന്നു. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ഈ പാലക്കാട് മണ്ഡലത്തിലെത്തിയെങ്കിലും ആദ്യമൊന്നും പൊതുപരിപാടികളിലൊന്നും രാഹുൽ സജീവമായിരുന്നില്ല. പിന്നീട് ഒക്ടോബർ 5-ാം തീയതി KSRTCയുടെ ഒരു ബസ് സർവീസ്, പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ബസ് സർവീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ രാത്രി 9 മണിയോട് കൂടിയുള്ള ബസ് സർവീസിന് ഏതാനും മിനിറ്റുകൾ മാത്രം മുൻപ് എത്തി ഒരു ഉദ്ഘാടനം കഴിച്ചു മടങ്ങുകയായിരുന്നു. അതും പൊതുപരിപാടികളുടെ യാതൊരുവിധ ഫ്ലെക്സ് ബോർഡുകളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുന്നതായിട്ടോ ഒരു വിവരവും ഇല്ലാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു രാഹുലും രാഹുലിന്റെ ടീമും ഈ ഒരു ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. അതുപോലെ സമാനമായ രീതിയിലായിരുന്നു ഇന്നലെ നടന്ന 36-ാം വാർഡിൽ നടന്ന കുടുംബശ്രീ വാർഷികത്തിലും രാഹുൽ പങ്കെടുത്തത്. യാതൊരുവിധ മുന്നറിയിപ്പുകളോ ഒന്നും ആർക്കും കിട്ടിയില്ല. രാഹുലുമായി അടുത്ത ബന്ധങ്ങൾക്ക് മാത്രം രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു. രാഹുലിനെ നേരത്തെ രാഹുൽ മണ്ഡലത്തിൽ എത്തിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാവുമെന്നെല്ലാം BJPയും അതുപോലെ തന്നെ DYFIയും എല്ലാം പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ അത് തടയുമെന്ന രീതിയിൽ DYFIയും BJPയും എല്ലാം പറഞ്ഞിരുന്നു. ആ ഒരു ആരോപണത്തെ രാഹുലിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ 36-ാം വാർഡിലെ കൂടി കൗൺസിലർ ആയിട്ടുള്ള മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിൽ നടന്ന പരിപാടിയിലാണ് ഇന്നലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തത്. നമുക്കിതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മെല്ലെ ഈ ഒരു ഇത്രയും വലിയ വിവാദങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോൾ പതിയെ പുറത്തിറങ്ങി അങ്ങനെ വീണ്ടും സജീവമാകാനുള്ള രാഷ്ട്രീയത്തിലും മറ്റു കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും അടക്കം രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ഒരു ശ്രമമായിട്ട് വേണം നമുക്കിതിനെ കൂട്ടി വായിക്കാം. കാരണം കഴിഞ്ഞ ദിവസത്തെല്ലാം ഇപ്പോൾ ഷാഫി പറമ്പിലിനെ കോഴിക്കോട് വടകരയിൽ വെച്ചുണ്ടായിരുന്ന പേരാമ്പ്രയിൽ വെച്ചുണ്ടായ ആ മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MLA കോഴിക്കോട് പോയി സന്ദർശിക്കുന്നു. തുടർന്ന് മാധ്യമങ്ങളെ കാണുന്നു. അതിന് മുൻപായി ഇപ്പോൾ പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ സമരത്തിൽ അതിൽ 17ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. അവരെ പോയി കാണുന്നു. പിന്നീട് മാധ്യമങ്ങളെ കാണുന്നു. അങ്ങനെ സജീവമാകാനുള്ള എല്ലാ ശ്രമങ്ങളും ഘട്ടം ഘട്ടമായി ഓരോ തരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ശ്രമത്തെ കാണാൻ. കാരണം അത്രയും രഹസ്യമായിട്ടാണ് രാഹുലിന്റെ പൊതുപരിപാടികൾ. യാതൊരു വിവരവും മാധ്യമങ്ങൾക്കില്ലാതെ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്തു നിൽക്കുന്ന രാഹുലിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയാവുന്ന അത്രയും ക്ലോസ് റേഞ്ചിലുള്ള ആളുകൾക്ക് മാത്രമാണ് രാഹുലിന്റെ നീക്കങ്ങളെ കുറിച്ച് അറിയുക. പക്ഷെ അതൊന്നും പുറത്ത് പറയുന്നില്ല. ഏത് തരത്തിലും പ്രതിഷേധം ഉണ്ടാവാൻ വലിയ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം പ്രതിപക്ഷത്തുള്ള അങ്ങനെയാണ്. അപ്പോൾ ഒരു രഹസ്യ സ്വഭാവം ഈ പരിപാടിയിലൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും ആ മണ്ഡലത്തിൽ അങ്ങനെ സജീവമാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനം. അങ്ങനെ ഓരോ പരിപാടികളിലേക്കും എത്തുകയാണ്. അതിനെക്കുറിച്ചാണ് വിഷ്ണു പ്രകാശ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.